വിജയകുമാർ, ഇപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇനി അല്പസമയത്തിനകം മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ. മുഖ്യമന്ത്രി എത്തിച്ചേരുമെന്ന് പറയുന്നു. അദ്ദേഹം എത്തിച്ചേരാറായോ? വിശദാംശങ്ങൾ. അനുജ, ഇപ്പോഴിവിടെ രഞ്ജി പണിക്കർ അറിയിച്ചത് ഇവിടെ ഇനി കാണാൻ നിൽക്കുന്നവർ അകത്തേക്ക് വന്ന് അദ്ദേഹത്തെ കാണണം, അല്പം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ടൗൺ ഹാളിലേക്ക് ഇപ്പോൾ തന്നെ മൃതദേഹം കൊണ്ടുപോകും പൊതുദർശനത്തിനായി. ഒരുപക്ഷെ മുഖ്യമന്ത്രി എറണാകുളത്തുണ്ട്. അദ്ദേഹം സൗകര്യപ്രദമായൊരു സ്ഥലത്ത് അദ്ദേഹം വീട്ടിലേക്ക് വരുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ഇനി അദ്ദേഹം ടൗൺ ഹാളിലാണോ എത്തുക എന്നറിയില്ല. അത് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇവിടേക്ക് തന്നെ മൃതദേഹം കൊണ്ടുവരും. ആ ഘട്ടത്തിൽ ഇവിടേക്ക് അദ്ദേഹം വരുമോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ തന്നെ ഇവിടെ ഒന്ന് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. 12 മണി ഒക്കെ അവിടെ എത്തിക്കണം എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ അതായാലും നടക്കില്ല. 1 മണിയോടെയെങ്കിലും ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുപോവുകയും അതിനുശേഷം കൊച്ചി പൗരാവലിയുടെ അന്തിമോപചാരം ഏറ്റുവാങ്ങി പ്രിയപ്പെട്ട ശ്രീനിവാസൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരമായ ഇടത്തേക്ക് തന്നെ മടങ്ങിയെത്തുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരമായ ഇടം എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെയുണ്ട്. ഈ നാട്ടുകാരൻ എന്ന നിലയിൽ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും, അത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മാത്രമല്ല കാർഷിക മേഖലയിലൊക്കെ അങ്ങേയറ്റം സജീവമായിരുന്നു. ഇവിടെ ജൈവ കർഷകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവർക്ക് വിപണി കണ്ടെത്തുന്നതിന് വേണ്ടി അതിനായി ഒരു സൊസൈറ്റി രൂപപ്പെടുത്തി ഉദയംപേരൂരിലെ കർഷകരുടെ പാടങ്ങളിൽ 100 മേനി വിളയിക്കാൻ ശ്രീനിവാസൻ ഒരു കർഷകനായി ഇവിടെ കൈക്കോട്ടെടുത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ പ്രചാരകൻ എന്ന നിലയിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷം ശ്രീനിവാസൻ, എനിക്ക് തോന്നുന്നു സിനിമയേക്കാൾ അധികം സംസാരിച്ചതും അത്തരം കാര്യങ്ങളെ പറ്റിയാണ്. അതിൻ്റെയൊക്കെ പേരിൽ അദ്ദേഹം വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അതിനോടൊക്കെ അദ്ദേഹം വളരെ സജീവമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തികഞ്ഞ ജനാധിപത്യ ബോധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക. അത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുമുണ്ട്. അഭിപ്രായം വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനും ആ വിയോജിപ്പുകളോട് ജനാധിപത്യപരമായി പ്രതികരിക്കാനും അങ്ങനെ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടാനും ഒക്കെ ശ്രീനിവാസൻ എന്ന ചലച്ചിത്ര പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും മനുഷ്യനും കാട്ടിയ ജാഗ്രത നമ്മളുടെ മുന്നിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഉണ്ട്. അപ്പോൾ ആ നിലയിൽ ശ്രീനിവാസൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ വളരെ സജീവമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും അദ്ദേഹം സജീവമായ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ് ഈ ഉദയംപേരൂർ കണ്ടനാട് പ്രദേശം. അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെയാണ് അന്തി ഉറങ്ങുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ അവസാന നിദ്രയും അവിടെ തന്നെയാണ്. ആ വീട്ടിലേക്ക് അദ്ദേഹം വൈകാതെ ഇപ്പോൾ ടൗൺ ഹാളിലെ അന്തിമോപചാരം അർപ്പിക്കുന്ന പൗരാവലി, അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന കൊച്ചിയിലെ ജനതതി അദ്ദേഹത്തിന് വിട നൽകുന്ന, അതിനുശേഷം വീണ്ടും അദ്ദേഹം ഇവിടേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ കൂട്ടമായി ഇവിടെ ശ്രീനിവാസനെ കാണാനായി എത്തുന്നതാണ്. അവരുടെ ഒഴുക്ക് നിലയ്ക്കുന്നതേയില്ല. 100 കണക്കിന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പലരും ആ വീട്ടിൽ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ അവരോട് പുറത്തേക്ക് മാറി നിൽക്കണം എന്നൊക്കെ സ്നേഹത്തോടെ ഇവിടെ ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്. ഈ നാടും അദ്ദേഹവും തമ്മിലുള്ള വളരെ ഹ്രസ്വകാലത്തേതാണെങ്കിലും ഇഴപിരിയാത്ത ബന്ധമാണ് എന്നതിന് തെളിവ് കൂടിയാണിത്. ഇവിടെ അദ്ദേഹത്തെ കാണാനായി എത്തുന്നവരുടെ തിരക്ക്. ചലച്ചിത്ര മേഖലയിലെ നിരവധി പേർ ഇതിനോടകം തന്നെ അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങി പലരും ഇവിടെ തുടരുന്നുണ്ട്. കഴിഞ്ഞ കുറേ സമയമായി ഇവിടെ അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനുമായി ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര മേഖലയിലെ സഹപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അനുജ നമ്മൾ കണ്ടതാണ് ധ്യാൻ വന്ന സമയം. വളരെ വൈകാരികമായ പ്രതികരണമായിരുന്നു ആ സമയത്തുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയും കുടുംബാംഗങ്ങളും ഒക്കെ വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് സമീപത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമാണ് ശ്രീനിവാസൻ്റെ വിയോഗമെന്ന് നമുക്ക് തീർച്ചയായും പറയാം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം ഈ നിലയിൽ നമ്മളുടെ കൂടെ കുറേ വർഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. ഇടയ്ക്കിടെ ചെറിയ പരിപാടികളിൽ കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഈ ഭാഗത്തുമൊക്കെയുള്ള ചെറിയ പൊതുപരിപാടികളിൽ അദ്ദേഹം ഭാര്യയോടൊപ്പം പങ്കെടുക്കുകയും വേദിയിൽ ചെറിയ പ്രസംഗമൊക്കെ നടത്തുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു സ്ട്രോക്ക് അദ്ദേഹത്തിന് വന്നതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ്. പക്ഷേ ശബ്ദം ചിലപ്പോൾ തിരിയാതെ വരുമെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വീട്ടിൽ വരുന്നവരോടും അതുപോലെ വേദിയിലൊക്കെ ആണെങ്കിലും ധാരാളം സംസാരിക്കുന്നത് വലിയ സന്തോഷം ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അഭിമുഖമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തതും ഒക്കെ നമ്മൾ ഓർമ്മയുണ്ട്, നമ്മളുടെ മുന്നിലുണ്ട്. അങ്ങനെ അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ദൃശ്യമാധ്യമ മേഖലയിൽ ഇടപെടാവുന്നതിൻ്റെ എത്രയോ തലങ്ങളിൽ അദ്ദേഹം വളരെ സജീവമായി ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട്
സിനിമ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മേഖല, എല്ലാ രംഗത്തും അദ്ദേഹം വളരെ ഒരു വിഷ്വൽ ലിറ്ററസി എന്ന ഇടയ്ക്കിടെ അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ ആ നിലയിൽ ദൃശ്യ സാക്ഷരത എന്ന് വേണമെങ്കിൽ പറയാവുന്ന തലത്തിൽ അദ്ദേഹം ഇടപെട്ട മേഖലകൾ നിരവധിയാണ്. അപ്പോൾ അങ്ങനെ മലയാളത്തിന് ബഹുമുഖ പ്രതിഭ എന്ന് നമ്മൾ തുടക്കത്തിലും ഒടുക്കത്തിലും ഇടയ്ക്കുമൊക്കെ ശ്രീനിവാസനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് പൂർണ്ണമായും അത് അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിമയോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു, അതേസമയം തന്നെ അദ്ദേഹം ഒരു നല്ല സാമൂഹ്യ ജീവിയായിരുന്നു, ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. തികഞ്ഞ ജാഗ്രത അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇത്തരം ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിനൊന്നും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. താൻ പറയുന്ന കാര്യങ്ങൾ അത് പലതരം ചർച്ചകൾക്ക് വിധേയമാകും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിലും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുന്ന ഒരു ശീലം ശ്രീനിവാസൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയുകയും ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും അതിനോട് വരുന്ന വിരുദ്ധാഭിപ്രായങ്ങളെ വളരെ സഹിഷ്ണുതയോടെയും അതിന് ചെവി കൊടുക്കുകയും അതിന്മേൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ശ്രീനിവാസനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഈ കാർഷിക മേഖലയിലൊക്കെ അദ്ദേഹം നടത്തിയ ഇടപെടൽ, ജൈവ കൃഷിയോടൊക്കെ അദ്ദേഹം കാണിക്കുന്ന വലിയ താല്പര്യം ഒക്കെ നമുക്കറിയാം. ആ ഘട്ടത്തിലൊക്കെ പലരും അദ്ദേഹത്തെ പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊക്കെ തികഞ്ഞ സഹിഷ്ണുതയോടെയാണ് ശ്രീനിവാസൻ പ്രതികരിക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ സങ്കീർണമായ പ്രശ്നങ്ങളെ പോലും വളരെ ലാളിത്യത്തോടെ വളരെ അദ്ദേഹത്തിൻ്റെ ചിരിയിലൂടെ ചെറിയ ചെറിയ ഡയലോഗുകളിലൂടെ സങ്കീർണമായ സാഹചര്യങ്ങളെ അദ്ദേഹം നമ്മളുടെ മുന്നിൽ വരച്ചു വയ്ക്കുമായിരുന്നു. നമുക്കറിയാം ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയുടെ തുടക്കത്തിൽ വിജയേട്ടൻ ഇവിടെയില്ല, മീൻ വാങ്ങാൻ പോയതാണ് എന്ന് ശ്യാമള പറയുന്നുണ്ട്. അപ്പോൾ എപ്പോൾ പോയി, കഴിഞ്ഞ വെള്ളിയാഴ്ച പോയതാണ്, എപ്പോൾ വരും എന്നറിയില്ല എന്ന് പറയുന്നുണ്ട് ശ്യാമള. വിജയേട്ടൻ എന്ന ശ്രീനിവാസൻ്റെ കഥാപാത്രത്തെ ഒരൊറ്റ ഡയലോഗിലൂടെയാണ് ശ്യാമള നമ്മളുടെ മുന്നിൽ വരച്ചിടുന്നത്. അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ നമുക്ക് ഒറ്റ ഡയലോഗ് കൊണ്ട് മനസ്സിലാവും. വെള്ളിയാഴ്ച മീൻ വാങ്ങാൻ പോങ്ങിയ ആളാണ്, ഇനി എന്ന് വരുമെന്നറിയില്ല എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തെ ഒരൊറ്റ ഡയലോഗിലൂടെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത്. അപ്പോൾ അത്തരം സിനിമകളിൽ ഈ കഥാപാത്രത്തിൻ്റെ മാനസിക വ്യാപാരങ്ങളാണ് പലപ്പോഴും ഈ സിനിമകളെ ശ്രദ്ധേയമാക്കുന്നത്. ഇപ്പോഴത് അതിന് ഏറ്റവും ഉദാഹരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചിന്താവിഷ്ടയായ ശ്യാമളയും വടക്ക് നോക്കി യന്ത്രവും ഒക്കെ. അത്തരം സിനിമകൾ ഈ ആ കഥാപാത്രത്തോട് തന്നെ സംസാരിക്കുന്നുവെന്ന് നമുക്ക് കാഴ്ചക്കാരന് തോന്നാവുന്ന തരത്തിലാണ്. പലപ്പോഴും ഒരു ശരാശരി മലയാളി അയാളെ തന്നെ ഇത്തരം കഥാപാത്രങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അത്തരം ഈ തളത്തിൽ ദിനേശിനും ഈ വിജയൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങൾ ശരാശരി മലയാളി അയാളിൽ തന്നെ സ്വന്തം അനുഭവങ്ങളിലൂടെ തന്നെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ പറയുന്ന കോട്ടപ്പള്ളി പ്രഭാകരൻ, അതുപോലെ പ്രഭാകരനും പ്രകാശനും എന്ന ഈ കഥാപാത്രങ്ങളെ ജീവിതത്തിൽ നേരിട്ട് അവരെ കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഈ പ്രഭാകരനും പ്രകാശനും എന്നൊക്കെ പറഞ്ഞ സന്ദേശത്തിലെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ അജീഷ് പാട്യത്ത് നിന്ന് നമ്മളോടൊപ്പം ചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെയും ഒക്കെ ജീവിതമായിരിക്കാം, ആ സമയത്തായിരിക്കും അത്തരം കഥാപാത്രങ്ങളെ നമ്മളുടെ മുന്നിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ അദ്ദേഹം ചുറ്റുപാടുകളിൽ നിന്ന് കഥാപാത്രങ്ങളെ കണ്ടെത്തുകയും അതിനെ വളരെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന തരത്തിൽ ആ കഥാപാത്രങ്ങളെ നമുക്ക് അനുഭവവേദ്യമാക്കി തരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ തയ്യാറാക്കുകയാണ്. ഈ ആംബുലൻസ് ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് കുറെ കൂടി മുന്നിലേക്ക് നീക്കിയിട്ടിട്ടുണ്ട്. മൃതദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും. ടൗൺ ഹാളിലാണ് പൊതുദർശനം. ഏതാണ്ട് 1 മണി മുതൽ ഒരു 4 മണി വരെയെങ്കിലും 3:30 വരെയെങ്കിലും മൃതദേഹം അവിടെ ഉണ്ടാകും. എറണാകുളത്തെ പൗരാവലി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ്. ടൗൺ ഹാളിൽ അദ്ദേഹത്തിന് അവസാനമായി കാണാൻ കൊച്ചിയിലെ ജനക്കൂട്ടം ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവസാനമായി കാണാൻ എറണാകുളത്തും കൊച്ചിയിലുമൊക്കെ അദ്ദേഹം ഏതാണ്ട് 3-3.5 പതിറ്റാണ്ട് വളരെ സജീവമായിരുന്നു. ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിലും ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലുമൊക്കെ അദ്ദേഹം എപ്പോഴും അത്തരം വേദികളിൽ കഴിയുന്നത്ര പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം ഈ വേദികളിൽ വളരെ ദീർഘമായി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അത് ഇഷ്ട വിഷയങ്ങളാണെങ്കിൽ ദീർഘമായി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.